ആണവായുധ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പ്രധാനമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇതിൽ പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. പാകിസ്ഥാൻ സർക്കാരിന്റെ കീഴിൽ വരുന്ന ആയുധ വികസന ഏജൻസികൾ ഉൾപ്പെടെയാണ് അമേരിക്കയുടെ ഈ ഉപരോധം ബാധകമാവുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ്, അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, റോക്സൈഡ് എന്റർപ്രൈസ് തുടങ്ങിയവയ്ക്കാണ് ഉപരോധം പ്രധാനമായും ബാധകമാവുക. കൂട്ടനശീകരണ ശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് പാകിസ്ഥാനുമേൽ അമേരിക്ക നിലവിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ അമേരിക്കയുടെ ഉപരോധത്തോട് വളരെ കടുത്ത ഭാഷയിലായിരുന്നു പാകിസ്ഥാൻ പ്രതികരണം നടത്തിയത്. അമേരിക്കയുടെ നടപടി തികഞ്ഞ പക്ഷപാതപരവും ദൗർഭാഗ്യകരമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഉപരോധ വാർത്തയോട് പ്രതികരിച്ചിരുന്നത്. ഈ മേഖലയിലെ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഉപരോധം ഭീഷണിയാകുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമായും പറയുന്നത്. ഉപരോധത്തിൽപ്പെട്ട നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് ആണ് പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ വികസന പദ്ധതിക്ക് മേൽനോട്ടം നൽകുന്നത്. അടുത്തിടെ പരീക്ഷിച്ച ഷഹീൻ മിസൈൽ വികസിപ്പിച്ചതും ഇവരായിരുന്നു. ഈ കാരണം കൊണ്ടാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഷഹീൻ മിസൈലിന് ആണവ പോർമുന വഹിക്കാനുള്ള ശേഷിയും നിലവിലുണ്ട്. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് സംഭാവന നൽകുന്നുവെന്നാരോപിച്ച് സർക്കാരിന്റെ വിമാന നിർമ്മാണ പ്രതിരോധ ഏജൻസിയായ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് ഉൾപ്പെടെ 3 സ്ഥാപനങ്ങൾ US ബുധനാഴ്ച ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അഖതർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അഫിലിയേറ്റേഴ്സ് ഇന്റർനാഷണൽ, റോക്സൈഡ് എന്റർപ്രൈസ് എന്നിവരെയാണ് ഉപരോധം നേരിടുന്ന മറ്റ് പ്രധാന സ്ഥാപനങ്ങൾ. കറാച്ചിയാണ് ഇവരുടെ ആസ്ഥാനം നിലനിൽക്കുന്നത്. NDC ഉള്ളത് ഇസ്ലാമാബാദിലാണ്. പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വികസനമുയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഉപരോധമെന്ന് US വെളിപ്പെടുത്തി. ഷഹീൻ പരമ്പരയിൽ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും വികസിപ്പിക്കുന്നതിന്റെ ചുമതലയാണ് NDCPക്കുള്ളത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ NDCക്ക് വിതരണം ചെയ്ത് അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നും US വിദേശകാര്യ വകുപ്പ് വെളിപ്പെടുത്തുകയുണ്ടായി. മിസൈലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ട ഘടകങ്ങൾ NDCക്ക് വേണ്ടി വാങ്ങി നൽകിയെന്നാണ് അഫിലിയേറ്റേഴ്സ് ഇന്റർനാഷണലിനും റോക്സൈഡ് എന്റർപ്രൈസിനും ഉപരോധം ഏർപ്പെടുത്താനുള്ള പ്രധാന കാരണങ്ങൾ. എന്നാൽ USന്റെ തീരുമാനം നിർഭാഗ്യകരവും പക്ഷപാതപരവുമെന്നാണ് പാകിസ്ഥാൻ പ്രതികരിക്കുകയും ചെയ്തത്.